ഇറാനുമായുള്ള സംഘർഷത്തിനിടെ അമേരിക്കൻ നാവിക സംഘം മിഡിൽ ഈസ്റ്റ് മേഖലയിലെത്തി. US നാവികസേനയുടെ വിമാനവാഹിനി കപ്പൽ സംഘമായ എബ്രഹാം ലിങ്കൺ കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പാണ് മിഡിൽ ഈസ്റ്റിലേക്ക് എത്തിയത്. ഇൻഡോ പസഫിക് മേഖലയിൽ നിന്ന് കപ്പൽ സംഘത്തെ അടിയന്തരമായി വഴിതിരിച്ചുവിടുകയായിരുന്നു. ഇതോടെ ഇറാനെതിരെ US വ്യോമാക്രമണങ്ങൾ നടത്തുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായി. നിമിറ്റ്സ് ക്ലാസ് ആണവശക്തിയുള്ള വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കൺ ജനുവരി 19 മലാക്ക കടലിടുക്ക് കടന്നു. യാത്രക്കിടെ 3 ആർലി ബർഗ് ക്ലാസ് ഗൈഡഡ് മിസൈൽ വഹിച്ച യുദ്ധക്കപ്പലുകൾ സുരക്ഷ നൽകി. USS ഫ്രാങ്കി പീറ്റേഴ്സൺ ജൂനിയർ, USS സിപ്രു വാൻസ്, USS മൈക്കൽ മർഫി എന്നിവയാണ് എസ്കോർട്ട് കപ്പലുകൾ. പ്രാദേശിക സുരക്ഷയും സ്ഥിരതയും ഉറപ്പാക്കുന്നതിനായാണ് കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പിനെ മിഡിൽ ഈസ്റ്റിലേക്ക് വിന്യസിച്ചതെന്ന് US സെൻട്രൽ കമാൻഡർ അറിയിച്ചു. ഈ നീക്കത്തിലൂടെ ആയിരക്കണക്കിന് അമേരിക്കൻ സൈനികരാണ് മേഖലയിൽ അധികമായി എത്തുന്നത്. ഒക്ടോബറിന് ശേഷം ആദ്യമായാണ് ഒരു US വിമാനവാഹിനി കപ്പൽ മിഡിൽ ഈസ്റ്റ് കടലുകളിൽ വിന്യസിക്കപ്പെടുന്നത്. ഇറാനിൽ നടന്നുവരുന്ന രാജ്യവ്യാപക പ്രതിഷേധങ്ങളോടുള്ള സർക്കാർ നടപടിക്കെതിരായ സമ്മർദ്ദത്തിന്റെ ഭാഗമാണ് ഈ സൈനിക നീക്കമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. വലിയൊരു നാവികസേന ആ ദിശയിലേക്കുള്ള യാത്രയിലാണ്. പക്ഷേ അവരെ ഉപയോഗിക്കേണ്ടി വരുമോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല എന്നും ട്രംപ് പറഞ്ഞു. സമാധാനപരമായി പ്രതിഷേധം നടത്തുന്നവരെ കൂട്ടത്തോടെ വധശിക്ഷയ്ക്ക് വിധിച്ചാൽ സൈനിക നടപടി ഉണ്ടാകുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. നാവികസേനാ കപ്പലിന് പുറമെ നിരവധി യുദ്ധവിമാനങ്ങളും ചരക്ക് വിമാനങ്ങളും അമേരിക്ക പെന്റഗൺ മേഖലയിലേക്ക് അയച്ചിട്ടുണ്ട്. ഇറാനോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുകയാണ് അമേരിക്ക. ഇതോടെ മിഡിൽ ഈസ്റ്റിൽ സംഘർഷ സാധ്യത രൂക്ഷമാണ്. അതേസമയം ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറാണെങ്കിൽ അമേരിക്ക ഇപ്പോഴും അതിന് തയ്യാറാണെന്നും US വൃത്തങ്ങൾ പറയുന്നു. ഡിസംബർ അവസാനം തുടങ്ങിയ പ്രതിഷേധങ്ങളിൽ ഏകദേശം 6000-ഓളം പേർ കൊല്ലപ്പെട്ടതായും 40,000-ലധികം പേർ അറസ്റ്റ് ചെയ്യപ്പെട്ടതായുമാണ് മനുഷ്യാവകാശ പ്രവർത്തകർ ആരോപിക്കുന്നത്. എന്നാൽ ഇറാൻ സർക്കാർ പുറത്തുവിട്ട കണക്കുകൾ ഇതിലും കുറവാണ്. അതിനിടെ രാജ്യത്ത് നടക്കുന്ന പ്രതിഷേധങ്ങൾ ക്രൂരമായി അടിച്ചമർത്തുകയാണ് ഇറാനിയൻ സർക്കാർ എന്നാണ് പാശ്ചാത്യ ഭരണകൂടങ്ങൾ ആരോപിക്കുന്നത്. ജനങ്ങളെ ദ്രോഹിക്കുന്ന സർക്കാരിനെ താഴെയിറക്കുക എന്ന ലക്ഷ്യത്തോടെ USഉം ഇസ്രയേലും ഇറാനെതിരെ സംയുക്തമായി ആക്രമണം നടത്തിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. കഴിഞ്ഞ ജൂണിലെ 12 ദിവസത്തെ യുദ്ധത്തിൽ ഇറാന്റെ ആണവ നിലയങ്ങൾ തകർത്തിരുന്നു. എന്നാൽ പുതിയ ആക്രമണം ഇറാന്റെ രാഷ്ട്രീയ നേതൃത്വത്തെ ലക്ഷ്യം വെച്ചുള്ളതാണ്. ജീവിത നിലവാരം തകർന്നതിൽ രോഷാകുലരായ പ്രതിഷേധക്കാരെ വീണ്ടും തെരുവിലിറക്കുക എന്ന ലക്ഷ്യവും ഇതിനു പിന്നിലുണ്ട്. US നാവിക വ്യൂഹം നിലവിൽ ഇറാനെ ആക്രമിക്കാൻ സാധിക്കുന്ന ദൂരപരിധിക്കുള്ളിലാണുള്ളത്. എന്നാൽ 1979 മുതൽ അധികാരത്തിലുള്ള ഇസ്ലാമിക ഭരണകൂടം പുറത്തു പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തന്നെയും ഭരണ അട്ടിമറിക്ക് പുറത്തുനിന്നുള്ള ശക്തികൾ ഇടപെടുന്നതിനോട് യോജിക്കാത്തവരാണ് നിലവിലെ സർക്കാരിന്റെ വിമർശകരായ ഇറാനികൾ. അതുകൊണ്ട് തന്നെ ഈ നീക്കം ജനകീയ ആക്രമണത്തിനായി വിട്ടു നൽകില്ലെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എങ്കിലും വിമാനവാഹിനി കപ്പൽ മെഡിറ്ററേനിയനിൽ ഉള്ളതിനാൽ ആക്രമണത്തിന് മൂന്നാം കക്ഷികളുടെ അനുമതി USന് ആവശ്യമില്ല. US തങ്ങളുടെ രാജ്യത്തിന്റെ സാമൂഹിക ഐക്യം തകർക്കാൻ ശ്രമിക്കുകയാണെന്നാണ് ഇറാൻ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറി അലി ലാരി ജാനി ആരോപിച്ചത്. പ്രതിഷേധക്കാരെ ഭീകര സ്വഭാവമുള്ള നഗരസംഘങ്ങളെന്നാണ് അദ്ദേഹം കുറ്റപ്പെടുത്തിയത്. അവർ ആയുധങ്ങൾക്കായി പോലീസ് സ്റ്റേഷനുകൾ ആക്രമിക്കുന്നത് ആഭ്യന്തര യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്നതിന്റെ സൂചനയാണെന്നും അദ്ദേഹം പറഞ്ഞു. കൂടാതെ മറ്റൊരു വാർത്ത പുറത്തുവരുന്നത് ഇറാൻ ഭരണകൂടം ചർച്ചകൾക്കും വിട്ടുവീഴ്ചകൾക്കും തയ്യാറെടുക്കുന്നതിനായി ഇറാനിൽ നിന്ന് നിരവധി തവണ ഫോൺ കോളുകൾ വന്നതായും ട്രംപ് വെളിപ്പെടുത്തുന്നു. പശ്ചിമേഷ്യയിൽ US വ്യോമസേനയുടെ നേതൃത്വത്തിൽ വൻതോതിലുള്ള സൈനികാഭ്യാസങ്ങളും അമേരിക്ക പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്റർനെറ്റ് വിച്ഛേദിക്കപ്പെട്ടിട്ടും ഇറാനിയൻ തെരുവുകളിൽ പ്രതിഷേധം തുടരുന്നുണ്ട്. പശ്ചിമേഷ്യയിൽ ആശങ്ക പടർത്തി അമേരിക്കൻ നാവിക വ്യൂഹം പേർഷ്യൻ ഗൾഫിലേക്ക് നീങ്ങുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച അർമഡ സൈനിക വ്യൂഹം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പ്രവേശിച്ചിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.